തമിഴ്നാട് വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല ഗുരുതര പ്രതിസന്ധിയിൽ. അണക്കെട്ടിൽ നിലവിൽ 20% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. മഴയുടെ കുറവും മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലലഭ്യത കുറഞ്ഞതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട്ടിലെ പ്രധാന ജലസ്രോതസ്സായ വൈഗ അണക്കെട്ടാണ് കടുത്ത ജലക്ഷാമം നേരിടുന്നത്. സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണ് നിലവിൽ അണക്കെട്ടിലുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുഗൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതി ആശ്രയിക്കുന്ന മേഖലകളിലെ കാർഷിക പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി. പല പ്രദേശങ്ങളിലും കൃഷി ആരംഭിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. விவசாயத்துக்கு நஞ்சை கிடையாது. குடி தண்ணி தான் போகுது. குடி தண்ணியே பத்தாக்குறையா போகுது. ஒரு நாள் விட்டு 2 நாள் விட்டு தான் டேங்கில் தண்ணி வருது விவசாயத்துக்கு. அதை அந்த ஆற்று தண்ணி கூட அப்படியே குறைஞ்சிக்கிச்சு. இப்போ இந்த கிணறுலாம் வற்றி போச்சு. நஞ்சையில் பாயா இருந்தாலும் இந்த பக்கம் பார்த்தா வந்து ஊரில் அது பாயா இருந்தாலும் ஊரில் பூராமே தரிசனத்தில் இருக்கு. இங்கேருந்து கிழக்கு மெயின் ரோட் வரைக்கும் தரிசுது. அந்த ஊட கிணறு வச்சிருக்கீங்க, ஜலம் வந்துருக்காங்க. டேமில் தண்ணி வரல இல்லை, இங்கே சுத்தமாக வரல இல்லை. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വൈഗ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മികച്ച മഴ ലഭിച്ചതിനെ തുടർന്ന് അണക്കെട്ട് നിറയുകയും കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ മഴ ഗണ്യമായി കുറഞ്ഞതോടെ അണക്കെട്ടിലേക്ക് ആവശ്യത്തിന് നീരൊഴുക്ക് ലഭിച്ചില്ല. അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ കർഷകർ നേരിടുന്നത്. என் பேர் ஆண்டி. நாங்கள் எப்பயுமே ஜூன் 1ஆம் தேதி முல்லைப்பெரியாறு தண்ணியை திறக்க ஆரம்பிச்சுவாங்க. தண்ணியை திறந்துட்டா நாங்கள் விதநாள் போட்டு செஞ்சு அதை விதநாளை வளர்த்து 1 மாதம் கழிச்சு நடவு நட்டு செஞ்சு விவசாய பணிலாம் மும்பரமாக செஞ்சுக்கிருப்போம். இப்போ முல்லைப்பெரியாறு போதிய மழை இல்லைன்னு சொல்லி தண்ணி திறக்காதனால இப்போ என்ன ஆச்சுன்னா எங்கள் ஏரியாவே ஒரு டேம், முல்லைப்பெரியாறு டேம் கட்டாத மாதிரி எப்படி ஒரு பாலைவனமா அந்த மாவட்டம் இருந்துச்சோ அது மாதிரி இப்போ பூராமே பசுப்பே இல்லாமல் காஞ்சிருக்கு. இந்த பக்கத்தில் இருக்க சொல்லி தென்னை மரமே தண்ணி போதிய தண்ணி இல்லாமல் മരമേ കാഞ്ചിറക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും വൈഗയുടെ പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും താഴ്ന്നതോടെ വൈഗയിലേക്കുള്ള ജലലഭ്യതയും കുറഞ്ഞു. ജലക്ഷാമം തുടരുകയാണെങ്കിൽ ഈ സീസണിലെ കൃഷി പൂർണ്ണമായും താളം തെറ്റുമെന്ന ആശങ്കയിലാണ് കർഷകർ. വെള്ളം ഉറപ്പില്ലാത്തതിനാൽ നിരവധി പേർ ഇത്തവണ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യവും രൂപപ്പെട്ടിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപ എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.